ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെറിയൊരു വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ വൈകുന്നേരമാണ്. അപ്പോൾ മോള് സ്കൂൾ വിട്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പഴം വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്ക് വൈകുന്നേരത്തെ കഴിക്കാൻ പഴം വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലത്തെ പാല് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നേരത്തെ തന്നെ ചായയൊക്കെ കുടിക്കാണ് കേട്ടോ. അപ്പോൾ സമയം 3-4 മണിയേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇന്ന് ഞാൻ നേരത്തെ തന്നെ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. പാല് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം മോൾക്ക് പഴം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 2 പീസ് എടുത്തു. പിന്നെ റസ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റസ്ക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ രാവിലെ ഒന്നും കാര്യമായിട്ട് പണികളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ക്ലീനിങ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അന്ന് എന്തായാലും കുറച്ച് നേരത്തെ ചായയൊക്കെ കുടി കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ വേഗം അടിച്ച് വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാം അവിടെ ഒന്ന് അടിച്ച് വാരി വിട്ടിട്ട് തുടയ്ക്കാൻ വിചാരിച്ചു. മോള് വരെ എന്തായാലും ഒരു 4:30 കഴിയും കേട്ടോ. വൈകുന്നേരം ലൈൻ ബസ്സിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ മാത്രമാണ് സ്കൂൾ ബസ്സിൽ വരുന്നത്. വൈകുന്നേരം ലേറ്റ് ആവുന്നുണ്ട്, 5:30 ആവും കേട്ടോ സ്കൂൾ ബസ്സിലാണെങ്കിൽ. അപ്പോൾ മോള് പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ ലൈൻ ബസ്സിൽ വരാം, രാവിലെ മാത്രം സ്കൂൾ ബസ്സിൽ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ വരാൻ 4:30 കഴിയും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഷോപ്പിലാണെങ്കിൽ കണ്ണം ചേച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ വരുമ്പോൾ എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ പോയാൽ മതിയല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം ഒന്ന് അടിച്ച് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും ഞാൻ രാവിലെയാണ് കേട്ടോ അതൊക്കെ ചെയ്യാറ്. അടിച്ച് തുടയ്ക്കണതൊക്കെ മോള് സ്കൂളിൽ പോയ ശേഷം ഒരു 10-11 മണിക്കൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് എന്തോ ഭയങ്കര മടിയായിട്ട് തോന്നിയിട്ട് അപ്പോൾ രാവിലെ ഒന്നും അങ്ങനെ പണികളൊന്നും ചെയ്യാൻ പറ്റിയില്ല. കുക്കിംഗ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അടിച്ച് വാരി തുടച്ചു. പിന്നെ അതിന് ശേഷം മോള് വരണോ നോക്കിയിരിക്കുകയാണ് കേട്ടോ. കണം ചേച്ചി അതാ മോള് വരുന്നുണ്ടോ നോക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ അവൾ ലേറ്റായിട്ടോ, 4:30 വന്നില്ല, 4:45 അപ്പോൾ എന്താ വരാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മോളുടെ ഫ്രണ്ടിന് വേറൊരു ക്ലാസ് ഉണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 പേരും കൂടി ഒപ്പം വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം ഇനിയിപ്പോൾ വന്നാലേ അറിയുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ കണ്ണം ചേച്ചി മോളിനെ കണ്ടു തോന്നുന്നു. അപ്പോൾ അതാ വരുന്നു പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾ അവിടെ നിന്ന് നടന്ന് വരികയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ. അവിടെ ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ട് നടന്ന് വരികയാണ്. നമ്മുടെ സ്റ്റോപ്പിൽ ചില സമയത്ത് നിർത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുമ്പുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നടന്ന് വരികയാണ്. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ഇങ്ങോട്ട് നടന്ന് വരാനുണ്ട് കേട്ടോ. പിന്നെ അതാ മോള് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവളുടെ ഫ്രണ്ടിന് JRC ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 പേരും കൂടി ഒരേ ബസ്സിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ സമയം വൈകിയെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അവൾ സ്കൂളിലത്തെ വിശേഷങ്ങളും ഒക്കെ സംസാരിച്ച് കുറേ നേരം അവിടെ ഉമ്മർത്ത് തന്നെ ഇരുന്നു. പിന്നെ അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഉമ്മർത്ത് നിന്ന് ഓരോന്ന് സംസാരിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ. പിന്നെ മോള് സ്കൂൾ വിട്ട് വന്നതും ഭയങ്കര ദാഹമായിരിക്കണോ, അവൾക്ക് നാരങ്ങ സോഡ വേണം പറഞ്ഞിട്ടോ. നാരങ്ങ സോഡ ഇടയ്ക്ക് കുടിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുമ്പത്തെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കടയിൽ പോയാൽ അപ്പോൾ നാരങ്ങ വാങ്ങിക്കൂട്ടോ, നാരങ്ങയും പിന്നെ സോഡയും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ നാരങ്ങ സോഡ വേണം പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ 2 പേരും കൂടി പോയി കടയ്ക്ക് പോയിട്ട് ഞങ്ങൾ 2 പേരും പിന്നെ അതാ സോഡ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ നാരങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഇനി ഒരു നാരങ്ങ സോഡ ഉണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ നാരങ്ങ അതാ ഒരു പകുതി എടുത്തിട്ടുണ്ട്. പകുതി എടുത്ത് പിന്നെ അത് ആകെ ഒരു 1.5 ഗ്ലാസ്സേ ഉള്ളൂ കേട്ടോ ആ ബോട്ടിൽ. അപ്പോൾ അതും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ മോള് കുടിച്ചു. ഞാൻ കുടിക്കുന്നതാണ് വീഡിയോ എടുത്തിട്ട്, പക്ഷേ മോളും കുടിച്ചു, പിന്നെ ഞാനും കുടിച്ചു കേട്ടോ. ഞങ്ങൾ 2 പേരും കുടിച്ചു. പിന്നെ അതിന് ശേഷം പാല് വന്നു. പക്ഷെ ഞങ്ങൾ 2 പേരും ചായ നേരത്തെ കുടിച്ചു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പാല് വാങ്ങിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രം മതി. പിന്നെ ഇതാ മോളിതാ ഞങ്ങൾ കടയ്ക്ക് പോയി പറഞ്ഞില്ലേ, അപ്പോൾ ലേസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലേസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴത്തിന് അവിടെ വെച്ചിട്ട് ലേസിനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ മോൾക്ക് എന്നാൽ പാല് കാച്ചി കൊടുക്കാൻ വിചാരിച്ചു. ഞങ്ങൾ 2 പേരും ചായ കുടിക്കണമല്ലോ, പാല് കുറച്ചധികം ബാക്കി വരുമല്ലോ. അല്ല, ഞങ്ങൾ രാവിലത്തെ പാലിൽ ചായ കുടിച്ചല്ലോ, അപ്പോൾ ഇപ്പോൾ വാങ്ങിച്ച പാല് ബാക്കി വരും. അപ്പോൾ മോൾക്ക് ഒരു ഗ്ലാസ് പാല് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കാച്ചി കൊടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരണം. അകത്ത് അപ്പോഴേ അടിച്ചു വാരി തുടച്ചതാണല്ലോ.
പിന്നെ ഞാനിതാ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടുകയാണ്. ഒരുപാട് കുപ്പിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒത്തിരി കാറ്റൊക്കെ ഇതായതുകൊണ്ട് തന്നെ, പിന്നെ വേപ്പി മരത്തിലെ ഇലകളൊക്കെ കുറച്ചൊക്കെ കൊഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ അകത്തേക്ക് അധികം ഇലകളോ അങ്ങനെയൊന്നും ഇല്ല. മണൽ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ ചവിട്ടുമ്പോൾ ചെരുപ്പിലത്തെ മണൽ മാത്രമേ ഉള്ളൂ. അതാ നമ്മുടെ കുഞ്ഞിപ്പെണ്ണും ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ മോള് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണ് കുറച്ച് കരയില്ല കേട്ടോ. മുമ്പൊക്കെ ഇങ്ങോട്ട് വന്ന് വെറുതെ കരയായിരുന്നു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്ത് ഭയങ്കര സെറ്റായി കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തത് ഷോപ്പൊക്കെ അടച്ച ശേഷം വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കലാണ് കേട്ടത്. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ രാത്രിക്ക്. ഉച്ചയ്ക്ക് വെച്ച കറിയും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതും പിന്നെ ഇഡ്ഡലിയാണ് കേട്ടോ ഇന്ന് രാത്രിക്കുള്ള ഫുഡ്. അപ്പോൾ മാവ് അരച്ചതുകൊണ്ട് തന്നെ കുറേ മാവുണ്ട് കേട്ടോ. 3-4 ദിവസത്തേക്കുള്ള മാവുണ്ട്. അപ്പോൾ ഞാൻ ചോറ് അളവായിട്ട് വെക്കുന്നുള്ളൂ. ഇപ്പോൾ രാത്രി നമുക്ക് ടിഫിൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. ചെറിയ ഈവനിങ് വ്ളോഗായിരുന്നു. വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും നേരം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. പിന്നെ രാവിലത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ അതാരും കഴിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.